In this video, I will explain about fundamental duties. ഭരണഘടനയുടെ പാർട്ട് 4A ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ് എന്നാൽ ഒരു പൗരന് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണെങ്കിൽ, ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നാൽ ഒരു പൗരൻ സ്വന്തം രാജ്യത്തിനു വേണ്ടി നിർവഹിക്കേണ്ട ചുമതലകളെ സൂചിപ്പിക്കുന്നു. പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും പരസ്പര ബന്ധിതമാണെങ്കിലും ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലികാവകാശങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. ഭരണഘടനാ ശില്പികൾക്ക് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയിരുന്നില്ല. എന്നിരുന്നാലും അവർ സ്റ്റേറ്റിന്റെ ചുമതലകൾ DPSP അഥവാ നിർദ്ദേശക തത്വങ്ങളുടെ രൂപത്തിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. പിന്നീട് 1976 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. വീണ്ടും 2002 ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ മുൻ സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ്. USA, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ പ്രധാന ജനാധിപത്യ രാജ്യങ്ങളുടെ ഭരണഘടനകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് പ്രത്യേകമായി ഒരു ലിസ്റ്റ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ പൗരന്മാരുടെ ചുമതലകളുടെ ഒരു ലിസ്റ്റ് ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏക ജനാധിപത്യ ഭരണഘടന ജാപ്പനീസ് ഭരണഘടനയാണ്. എന്നാൽ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾക്കും കടമകൾക്കും തുല്യ പ്രാധാന്യം നൽകി. അതിനാൽ പൗരന്റെ അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെയും വിനിയോഗത്തെ അവരുടെ കടമകൾ നിർവഹിക്കുന്നതിൽ നിന്ന് വേർതിരിക്കാനാവില്ല എന്ന് പഴയ സോവിയറ്റ് യൂണിയന്റെ ഭരണഘടന പ്രഖ്യാപിച്ചു. നെക്സ്റ്റ് ഈസ് സൊറൻസിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷൻസ്. 1975 മുതൽ 77 വരെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥയുടെ സമയത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ആവശ്യകത മനസ്സിലായതിനെ തുടർന്ന് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി സർദാർ സൊറൻസിംഗ് കമ്മിറ്റി സ്ഥാപിച്ചു. ഇത് പ്രകാരം പൗരന്മാരുടെ ചുമതലകൾക്ക് വേണ്ടി ഒരു പ്രത്യേക അധ്യായം ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ കമ്മിറ്റി ശുപാർശ ചെയ്തു. അവകാശങ്ങൾ ആസ്വദിക്കുന്നതിന് പുറമെ ചില കടമകളും അവർ നിർവഹിക്കാനുണ്ട് എന്ന് പൗരന്മാർ ബോധവാന്മാരായിരിക്കണം എന്നതിന് ഈ ശുപാർശ പ്രാധാന്യം നൽകി. ഈ ശുപാർശകൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. തുടർന്ന് 1976 42nd അമെൻമെന്റിലൂടെ പാർട്ട് 4A ഭരണഘടനയിൽ ചേർത്തു. പാർട്ട് 4A ഒരു ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ, അതായത് ആർട്ടിക്കിൾ 51A. പൗരന്മാരുടെ അടിസ്ഥാന കടമകൾ വ്യക്തമാക്കുന്ന 10 കോഡുകൾ, അതായത് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടികൾ ആർട്ടിക്കിൾ 51A ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൗലിക കർത്തവ്യങ്ങൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിൽ ഉൾപ്പെടുത്താതിരുന്നത് ഒരു ചരിത്രപരമായ തെറ്റാണെന്നും അന്ന് ഭരണഘടനാ ശില്പികൾക്ക് ചെയ്യാൻ കഴിയാത്തതാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നും ഭരണം നടത്തിയിരുന്ന കോൺഗ്രസ് പാർട്ടി അവകാശപ്പെട്ടു. സൊറൻസിംഗ് കമ്മിറ്റി 8 ഫണ്ടമെന്റൽ ഡ്യൂട്ടികളാണ് നിർദ്ദേശിച്ചതെങ്കിലും 1976 42nd അമെൻമെന്റിലൂടെ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടികൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. കൂടാതെ കമ്മിറ്റിയുടെ ചില ശുപാർശകൾ കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ചിരുന്നില്ല. അതിനാൽ അവ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. കോൺഗ്രസ് പാർട്ടി റിജക്ട് ചെയ്ത ശുപാർശകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാലിക്കാത്തതിന് ഉചിതമായ പിഴ അല്ലെങ്കിൽ ശിക്ഷ ചുമത്താൻ പാർലമെന്റിന് വ്യവസ്ഥ ചെയ്യാമെന്നും അത്തരം പിഴയോ ശിക്ഷയോ ചുമത്തുന്ന ഒരു നിയമവും മൗലികാവകാശങ്ങളുടെ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിലോ ഭരണഘടനയിലെ മറ്റേതെങ്കിലും വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലോ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല എന്നും നികുതി അടയ്ക്കാനുള്ള കടമയും ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിരിക്കണം എന്നും സൊറൻസിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ ശുപാർശകൾ കോൺഗ്രസ് പാർട്ടി റിജക്ട് ചെയ്തു. നെക്സ്റ്റ് ഈസ് ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ആർട്ടിക്കിൾ 51A പ്രകാരം 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടികൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടികൾ 1976 11ാമത്തേത് 2002 ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇവിടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി നെഗറ്റീവ് നേച്ചർ ഉള്ളവയും പോസിറ്റീവ് നേച്ചർ ഉള്ളവയും ഉണ്ട്. നിലവിലുള്ള 6 ഫണ്ടമെന്റൽ ഡ്യൂട്ടികൾ പോസിറ്റീവും 5 ഫണ്ടമെന്റൽ ഡ്യൂട്ടികൾ നെഗറ്റീവുമാണ്. ഒരു വ്യക്തി രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നതിനെ പോസിറ്റീവ് കൺസെപ്റ്റായും ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നതിനെ നെഗറ്റീവ് കൺസെപ്റ്റായും കണക്കാക്കുന്നു. ഭരണഘടനയ്ക്ക് എതിരായി സിറ്റിസൺസ് ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ ലോ ബൈൻഡഡ് ആണ്, അതായത് നിയമപരമായി എൻഫോഴ്സ്ഡ് ആയതിനാൽ അത്തരം കാര്യങ്ങൾ സിറ്റിസൺസ് ലംഘിച്ചാൽ ശിക്ഷ ലഭ്യമാവുന്നതാണ്. അതിനാലാണ് ഇതിനെ നെഗറ്റീവ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ പോസിറ്റീവ് കൺസെപ്റ്റ്
സിറ്റിസൺസ് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നു. ബട്ട് അത് ലീഗലി എൻഫോഴ്സ്ഡ് അല്ലാത്തതിനാൽ ശിക്ഷിക്കപ്പെടില്ല. അതിനാൽ പോസിറ്റീവായി കണക്കാക്കുന്നു. ഫോർ എക്സാമ്പിൾ, നാഷണൽ ഇന്റഗ്രിറ്റിക്ക് എതിരായി ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നത് ലോ ബൈൻഡഡും നെഗറ്റീവ് കൺസെപ്റ്റുമാണ്. എന്നാൽ ആവശ്യ സമയങ്ങളിൽ രാജ്യസേവനം നൽകണമെന്നത് ലോ ബൈൻഡഡ് അല്ലാത്തതിനാലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നതിനാലും പോസിറ്റീവ് കൺസെപ്റ്റാണ്. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഭരണഘടനയെ അനുസരിക്കുകയും ഭരണഘടനയുടെ ആദർശങ്ങൾ, സ്ഥാപനങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗാനം തുടങ്ങിയ കാര്യങ്ങൾ മാനിക്കുകയും ചെയ്യുക. ക്ലോസ് എയിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്, അതായത് ലോ ബൈൻഡഡ് ആണ്. ഇത് ലംഘിച്ചാൽ സിറ്റിസൺസ് ശിക്ഷിക്കപ്പെടും. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഹോണർ ആക്ട് 1971, എംബ്ലംസ് ആൻഡ് നെയിംസ് ആക്ട് 1950 തുടങ്ങിയ നിയമങ്ങൾ പ്രകാരം ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ ലംഘനത്തിന് ഒരു സിറ്റിസണിനെ ശിക്ഷിക്കാൻ കഴിയും. സെക്കൻഡ് വൺ, സ്വാതന്ത്ര്യത്തിനായുള്ള ദേശീയ സമരം പ്രചോദിപ്പിച്ച മഹത്തായ ആദർശങ്ങളെ വിലമതിക്കുകയും പിന്തുടരുകയും ചെയ്യുക. ഇതൊരു പോസിറ്റീവ് കൺസെപ്റ്റ് ആണ്, ലോ ബൈൻഡഡ് അല്ല. പകരം സിറ്റിസൺ ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നു. തേർഡ് വൺ, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ഇത് ലോ ബൈൻഡഡ് ആണ്, അതിനാൽ നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്. ഇത് ലംഘിച്ചാൽ NSA ആക്ട്, UAPA, സെഡിഷൻ ലോസ്, സെക്ഷൻ 153B ഓഫ് ദി IPC തുടങ്ങിയ നിയമങ്ങൾ മുഖേന സിറ്റിസൺസ് ശിക്ഷിക്കപ്പെടും. ഫോർത്ത് വൺ, ആവശ്യ സമയങ്ങളിൽ രാജ്യത്തെ പ്രതിരോധിക്കാനും ദേശീയ സേവനം നൽകാനും തയ്യാറാവുക. അതായത് ഒരു യുദ്ധമോ ദുരന്തമോ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ സ്റ്റേറ്റ് ആവശ്യപ്പെടുന്ന പക്ഷം സേവനം നൽകാൻ തയ്യാറാവേണ്ടത് ഓരോ പൗരന്റെയും അടിസ്ഥാന ധർമ്മം ആണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇതൊരു പോസിറ്റീവ് കൺസെപ്റ്റ് ആണ്, ലോ ബൈൻഡഡ് അല്ല. പകരം സിറ്റിസൺ ഒരു കാര്യം ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നു. ഫിഫ്ത്ത് വൺ, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇടയിൽ മതപരവും ഭാഷാപരവും പ്രാദേശികപരവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഐക്യവും പൊതുസാഹോദര്യവും പ്രോത്സാഹിപ്പിക്കുക. സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന രീതികൾ ഉപേക്ഷിക്കുക. അതായത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും വിഭാഗീയതകൾക്ക് അതീതമായി സാഹോദര്യം നിലനിർത്തണം എന്നത് ഒരു പൗരന്റെ കർത്തവ്യം ആണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇത് ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്. ലംഘിച്ചാൽ സെക്ഷൻ 153A IPC പ്രകാരം ശിക്ഷിക്കപ്പെടും. സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾക്ക് സെക്ഷൻ 354 സെക്ഷൽ മോളസ്റ്റേഷൻ, സെക്ഷൻ 498A ആന്റി ഡൗറി കേസസ് തുടങ്ങിയ നിരവധി നിയമങ്ങൾ പ്രകാരവും ശിക്ഷിക്കപ്പെടാം. സിക്സ്ത് വൺ, രാജ്യത്തിന്റെ സംയോജിത സംസ്കാരത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. വസുദൈവ കുടുംബകം എന്ന ആശയം ആർട്ടിക്കിൾ 51A സബ് ക്ലോസ് Fലൂടെ പ്രതിപാദിക്കുന്നു. ഇതൊരു പോസിറ്റീവ് കൺസെപ്റ്റ് ആണ്, ലോ ബൈൻഡഡ് അല്ല. പകരം സിറ്റിസൺ ഒരു കാര്യം ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നു. സെവൻത് വൺ, വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ എന്നിവ ഉൾപ്പെടെയുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ജീവജാലങ്ങളോട് കരുണ കാണിക്കുക. ഇതൊരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്, ലോ ബൈൻഡഡ് ആണ്. ലംഘിച്ചാൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, EPA, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് തുടങ്ങിയ നിയമങ്ങളാൽ ശിക്ഷിക്കപ്പെടും. എയ്ത്ത് വൺ, ശാസ്ത്രീയ മനോഭാവം, മാനവികത, പരിഷ്കരണ മനോഭാവം എന്നിവ വികസിപ്പിക്കുക. ഇതൊരു പോസിറ്റീവ് കൺസെപ്റ്റ് ആണ്, ലോ ബൈൻഡഡ് അല്ല. പകരം സിറ്റിസൺ ഒരു കാര്യം ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നു. നയൻത്ത് വൺ, പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക. ഇതൊരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്, ലോ ബൈൻഡഡ് ആണ്. അറ്റംപ്റ്റ് ടു മർഡർ, അൺലോഫുൾ അസംബ്ലി, റോഡ് ആക്സിഡന്റ് തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ശിക്ഷ ലഭ്യമാവുന്നതാണ്. 10th വൺ, എല്ലാ മേഖലകളിലും വ്യക്തിയുടെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെയും മികവിനായി പരിശ്രമിക്കുക. അങ്ങനെ രാഷ്ട്രം പരിശ്രമത്തിന്റെയും നേട്ടത്തിന്റെയും ഉയർന്ന തലങ്ങളിലേക്ക് ഉയരും. അതായത് വ്യക്തിപരമായും സാമൂഹികപരമായും രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം എന്നത് ഒരു സിറ്റിസന്റെ ധാർമ്മിക ചുമതല ആണെന്ന് ഇതിൽ വ്യക്തമാക്കുന്നു. ഇതൊരു പോസിറ്റീവ് കൺസെപ്റ്റ് ആണ്, ലോ ബൈൻഡഡ് അല്ല. പകരം സിറ്റിസൺ ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നു. 11th വൺ, 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ നൽകുക എന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നു. ഇതുപ്രകാരം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് ഓരോ രക്ഷകർത്താവിന്റെയും ചുമതലയാണ്.
2002 86th അമെൻമെന്റിലൂടെയാണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 86th അമെൻമെന്റിലൂടെ 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നത് ആർട്ടിക്കിൾ 21A പ്രകാരം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് കൂടിയാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ DPSPയിലെ ആർട്ടിക്കിൾ 45ലൂടെയാണ് ഫണ്ടമെന്റൽ റൈറ്റ് ആയത്. ഇവിടെ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഒരു പോസിറ്റീവ് കൺസെപ്റ്റ് ആണ്, ലോ ബൈൻഡഡ് അല്ല. പകരം സിറ്റിസൺ ഒരു കാര്യം ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നു. മേൽപ്പറഞ്ഞ ഫണ്ടമെന്റൽ ഡ്യൂട്ടികൾ കൂടാതെ ഡ്യൂട്ടി ടു വോട്ട് ഇൻ ആൻ ഇലക്ഷൻ, ഡ്യൂട്ടി ടു പേ ടാക്സസ്, ഡ്യൂട്ടി ടു റെസിസ്റ്റ് ഇൻജസ്റ്റിസ് തുടങ്ങിയവയും ഫണ്ടമെന്റൽ ഡ്യൂട്ടികളായി ഉൾപ്പെടുത്തണം എന്ന് നിർദ്ദേശങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് വോട്ട് ചെയ്യുക, നികുതി അടയ്ക്കുക, അനീതി എതിർക്കുക തുടങ്ങിയ കാര്യങ്ങളും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസായി ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ അനീതി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാൾ ആക്സിഡന്റ് പറ്റി റോഡിൽ കിടന്നാൽ ആ വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നത് നമ്മുടെ കടമയാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്ന ആക്സിഡന്റ് കേസുകൾ സാമ്പത്തിക ബാധ്യത പരിഗണിക്കാതെ തന്നെ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ ചെയ്യേണ്ടതുണ്ട്. അഥവാ അത്തരത്തിലുള്ള വ്യക്തികളുടെ ജീവൻ രക്ഷിക്കേണ്ടത് ഓരോ സിറ്റിസൺസിന്റെയും കടമയാണ് എന്ന് ഡ്യൂട്ടി ടു റെസിസ്റ്റ് ഇൻജസ്റ്റിസ് അഥവാ അനീതിക്കെതിരെ പ്രതികരിക്കുക എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ദി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടികളുടെ സ്വഭാവ സവിശേഷതകൾ സംബന്ധിച്ച് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ചിലത് ധാർമ്മിക കർത്തവ്യങ്ങളാണെങ്കിൽ മറ്റുള്ളവ പൗരധർമ്മങ്ങളാണ്. ഉദാഹരണത്തിന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉദാത്തമായ ആശയങ്ങളെ വിലമതിക്കുക എന്നത് ഒരു ധാർമ്മിക ചുമതലയാണെങ്കിൽ ഭരണഘടനയെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക എന്നത് പൗരന്റെ കടമയാണ്. ഇന്ത്യയുടെ പാരമ്പര്യം, പുരാണങ്ങൾ, മതങ്ങൾ, ആചാരങ്ങൾ എന്നിവയുടെ ഭാഗമായിട്ടുള്ള മൂല്യങ്ങളെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പരാമർശിക്കുന്നു. അതായത് ഇന്ത്യൻ ജീവിത രീതിയുടെ അവിഭാജ്യ ഭാഗമായ ജോലികളുടെ ക്രോഡീകരണം മാത്രമേ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ അടങ്ങിയിട്ടുള്ളൂ. ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് പൗരന്മാർക്കും വിദേശികൾക്കും ഒരുപോലെ നൽകുന്നു. എന്നാൽ മൗലികാവകാശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. വിദേശികൾക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ബാധകമല്ല. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ലംഘിക്കപ്പെട്ടാൽ കോടതികൾ വഴി നേരിട്ട് നടപ്പാക്കാൻ കഴിയില്ല. അതായത് അവയുടെ ലംഘനത്തിനെതിരെ നിയമപരമായ നടപടികൾ ഇല്ല. എന്നിരുന്നാലും പാർലമെന്റിന് അനുയോജ്യമായ നിയമനിർമ്മാണത്തിലൂടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നടപ്പിലാക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ലെജിസ്ലേഷനിലൂടെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. നെക്സ്റ്റ് ഈസ് ക്രിറ്റിസിസം ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഭരണഘടനയുടെ പാർട്ട് 4A പരാമർശിച്ചിരിക്കുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ചില കാരണങ്ങളാൽ വിമർശിക്കപ്പെടുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ലിസ്റ്റ് പൂർണ്ണമല്ല എന്നും വോട്ട് ചെയ്യൽ, നികുതി അടയ്ക്കൽ, കുടുംബ ആസൂത്രണം തുടങ്ങിയ പ്രധാന ചുമതലകൾ ഉൾക്കൊള്ളുന്നില്ല എന്നും ചിലർ വിമർശിച്ചു. വാസ്തവത്തിൽ നികുതി അടയ്ക്കുക എന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടി സ്വരൺ സിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. സെക്കൻഡ് വൺ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ചില കടമകൾ അവ്യക്തവും സംശയം സൃഷ്ടിക്കുന്നതും സാധാരണക്കാരന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. ഉദാഹരണത്തിന് നോബിൾ ഐഡിയൽസ്, കോമ്പോസിറ്റ് കൾച്ചർ, സയന്റിഫിക് ടെമ്പർ തുടങ്ങിയവയ്ക്ക് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നൽകാൻ കഴിയും. തേർഡ് വൺ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ജസ്റ്റീഷ്യബിൾ അല്ലാത്തതിനാൽ അവയെ ധാർമ്മിക കോഡ് എന്നാണ് വിമർശകർ വിശേഷിപ്പിച്ചത്. എന്നാൽ സ്വരൺ സിംഗ് കമ്മിറ്റി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ചെയ്യാതിരിക്കുന്നതിന് പിഴയോ ശിക്ഷയോ നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ ആ നിർദ്ദേശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയില്ല. ഫോർത്ത് വൺ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സൂപ്പർഫ്ലോസ് ആണെന്ന് ചിലർ വിമർശിക്കുന്നു. അതായത് ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആളുകൾ അവ അടിസ്ഥാനപരമായി നിർവഹിക്കും എന്നും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ഉൾപ്പെടുത്തൽ അതിരുകടന്നവയാണ് എന്നും ഇവർ വാദിക്കുന്നു. ഫിഫ്ത്ത് വൺ, മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ 4ാം ഭാഗത്തിന്റെ അനുബന്ധമായി ഉൾപ്പെടുത്തിയത് അവയുടെ മൂല്യവും പ്രാധാന്യവും കുറച്ചു എന്നും പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിന് ശേഷം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയിരുന്നു എങ്കിൽ അവ അവകാശങ്ങളും ചുമതലകളും തുല്യമായി നിലനിർത്തുന്നതിന് സഹായകമാകുമായിരുന്നു എന്നും വിമർശകർ പറയുന്നു.
നെക്സ്റ്റ് ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. വിമർശനങ്ങളും എതിർപ്പുകളും ഉണ്ടെങ്കിലും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നിരവധി കാര്യങ്ങളിൽ പ്രാധാന്യമുള്ളതായി കണക്കാക്കുന്നു. ഫസ്റ്റ് വൺ, അവകാശങ്ങൾ ആസ്വദിക്കുന്നതിനോടൊപ്പം പൗരന്മാർക്ക് ഒരു ഓർമ്മപ്പെടുത്തലായി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പ്രവർത്തിക്കുന്നു. സ്വന്തം രാജ്യത്തിനും സമൂഹത്തിനും അവർ കടപ്പെട്ടിരിക്കുന്ന കടമകളെക്കുറിച്ചും പൗരന്മാർ ബോധവാന്മാരായിരിക്കണം എന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വ്യക്തമാക്കുന്നു. സെക്കൻഡ് വൺ, ദേശീയ പതാക കത്തിക്കുക, പൊതുമുതൽ നശിപ്പിക്കുക തുടങ്ങിയ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ദേശീയ വിരുദ്ധർക്കെതിരെയുള്ള മുന്നറിയിപ്പായി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പ്രവർത്തിക്കുന്നു. തേർഡ് വൺ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പൗരന്മാർക്ക് പ്രചോദനത്തിന്റെ ഉറവിടമായി വർത്തിക്കുകയും അവർക്കിടയിൽ അച്ചടക്കവും പ്രതിബദ്ധതയും വളർത്തുകയും ചെയ്യുന്നു. പൗരന്മാർ കാണികൾ മാത്രമല്ല, പകരം ദേശീയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ സജീവ പങ്കാളികൾ ആണ് എന്ന തോന്നൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അവർക്കിടയിൽ സൃഷ്ടിക്കുന്നു. ഫോർത്ത് വൺ, ഒരു നിയമത്തിന്റെ ഭരണഘടനാ സാധുത പരിശോധിക്കുന്നതിനും തീരുമാനിക്കുന്നതിനും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോടതികളെ സഹായിക്കുന്നു. ഏതെങ്കിലും നിയമത്തിന്റെ ഭരണഘടനാ സാധുത നിർണയിക്കുമ്പോൾ പ്രസ്തുത നിയമം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിക്കുന്നതായി കോടതി കണ്ടെത്തിയാൽ അത്തരം നിയമത്തെ ആർട്ടിക്കിൾ 14 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19 ബന്ധപ്പെടുത്തി ന്യായമായ നിയമമായി കണക്കാക്കാം എന്ന് 1992 സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അത്തരം നിയമങ്ങളെ ഭരണഘടനാ വിരുദ്ധതയിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫിഫ്ത്ത് വൺ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നിയമപ്രകാരം നടപ്പാക്കാവുന്നതാണ്, അതായത് ലെജിസ്ലേഷനിലൂടെ നടപ്പാക്കാൻ കഴിയും. അതിനാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാലിക്കാതിരുന്നാൽ ഉചിതമായ പിഴ ചുമത്തുന്നതിനോ അതിനുള്ള ശിക്ഷ നൽകുന്നതിനോ പാർലമെന്റിന് നിയമനിർമ്മാണത്തിലൂടെ കഴിയുന്നതാണ്. ഭരണഘടന നിലവിൽ വന്ന് 26 വർഷങ്ങൾക്ക് ശേഷം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതിന് അന്നത്തെ നിയമമന്ത്രിയായിരുന്ന HR ഗോഖലെ ഇപ്രകാരം പറഞ്ഞു: സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ, പ്രത്യേകിച്ചും 1975 ജൂണിലെ അടിയന്തരാവസ്ഥയുടെ തലേന്ന് ഒരു വിഭാഗം ജനങ്ങൾ സ്ഥാപിത നിയമവ്യവസ്ഥയെ മാനിക്കുന്നതിനുള്ള സ്വന്തം കടമകൾ നിറവേറ്റാൻ ഉത്കണ്ഠ കാണിച്ചില്ല. ദേശവിരുദ്ധ അട്ടിമറിയും ഭരണഘടനാ വിരുദ്ധമായ പ്രക്ഷോഭങ്ങളും കാഴ്ചവെച്ചിരുന്ന ഈ അസ്വസ്ഥരായ ആളുകളുടെ മേൽ ശാന്തമായ ഒരു പ്രഭാവം സൃഷ്ടിക്കാൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥകൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പറഞ്ഞു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ധാർമ്മിക മൂല്യം അവകാശങ്ങൾ സുഗമമാക്കുകയല്ല, മറിച്ച് ജനാധിപത്യ സന്തുലിതാവസ്ഥ സ്ഥാപിക്കുകയാണ് എന്ന് ഇന്ദിരാഗാന്ധി വ്യക്തമാക്കി. ജനങ്ങൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുന്നത് പോലെ അവരുടെ കർത്തവ്യങ്ങളെക്കുറിച്ചും തുല്യബോധം ഉള്ളവരാകുന്നതിലൂടെ ജനാധിപത്യ സന്തുലിതാവസ്ഥ സ്ഥാപിക്കുകയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ധാർമ്മിക മൂല്യം. അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തുന്നതിനെ പാർലമെന്റിൽ പ്രതിപക്ഷം ശക്തമായി എതിർത്തു. എന്നിരുന്നാലും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന പുതിയ ജനതാ സർക്കാർ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് റദ്ദാക്കിയില്ല. ഇന്ദിരാഗാന്ധി സർക്കാർ 1976 42nd അമെൻമെന്റിലൂടെ ഭരണഘടനയിൽ കൊണ്ടുവന്ന പല മാറ്റങ്ങളും പുതിയ സർക്കാർ 1977 43rd അമെൻമെന്റ്, 1978 44th അമെൻമെന്റ് എന്നിവയിലൂടെ പിൻവലിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് റദ്ദാക്കിയില്ല. അതിനാൽ ഈ അമെൻമെന്റുകളിലൂടെ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത വ്യക്തമായി. 2002 86th അമെൻമെന്റിലൂടെ പുതിയ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി ചേർത്തതും ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് ഈസ് വർമ കമ്മിറ്റി ഒബ്സർവേഷൻസ്. രാജ്യത്തുടനീളം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മൗലികമായ കടമകൾ പഠിപ്പിക്കുന്നതിനുള്ള ഒരു പരിപാടിയുടെ പ്രവർത്തന രീതി ആവിഷ്കരിക്കുന്നതിനും സിറ്റിസൺസിനെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പഠിപ്പിക്കുന്നതിനുമായി 1998 ജസ്റ്റിസ് വർമ കമ്മിറ്റി രൂപീകരിച്ചത്. പ്രോഗ്രാം നടപ്പിലാക്കുന്നതിന് മുൻപായി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ നിയമസാധുതകൾ അറിയേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലായതോടെ 1999 വർമ കമ്മിറ്റി ചില ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നടപ്പിലാക്കുന്നതിനായി നിലവിൽ ഉണ്ടായിരുന്ന നിയമപരമായ വ്യവസ്ഥകൾ തിരിച്ചറിഞ്ഞു. അതായത് 1976 ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ ലീഗലൈസ് ചെയ്യുന്ന ചില നിയമങ്ങളാണ് ഇവിടെ വ്യക്തമാക്കുന്നത്.
അത്തരത്തിലുള്ള നിയമങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഹോണർ ആക്ട്. ഈ നിയമം ഇന്ത്യൻ ഭരണഘടന, ദേശീയ പതാക, ദേശീയ ഗാനം എന്നിവയോടുള്ള അനാദരവ് തടയുന്നു. സെക്കൻഡ് വൺ വേരിയസ് ക്രിമിനൽ ലോസ്. ഭാഷ, വംശം, ജന്മസ്ഥലം, മതം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള ശത്രുത പ്രോത്സാഹിപ്പിക്കുന്നതിന് നിലവിലുള്ള വിവിധ ക്രിമിനൽ നിയമങ്ങൾ ശിക്ഷകൾ നൽകുന്നു. തേർഡ് വൺ 1951 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് അഥവാ പൗരാവകാശ സംരക്ഷണ നിയമം. ഈ നിയമം ജാതിയും മതവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്കുള്ള ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നു. ഫോർത്ത് വൺ ഇന്ത്യൻ പീനൽ കോഡ്. നാഷണൽ ഇന്റഗ്രേഷൻ അഥവാ ദേശീയോദ്ഗ്രഥനത്തിന് ഹാനികരമായ കുറ്റപ്പെടുത്തലുകൾ, അവകാശവാദങ്ങൾ, അപവാദങ്ങൾ എന്നിവ ശിക്ഷാർഹമാണ് എന്ന് ഇന്ത്യൻ പീനൽ കോഡ് പ്രഖ്യാപിക്കുന്നു. ഫിഫ്ത്ത് വൺ 1967 അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അഥവാ UAPA ഒരു വർഗീയ സംഘടനയെ നിയമവിരുദ്ധമായ അസോസിയേഷനായി പ്രഖ്യാപിക്കുന്നു. സിക്സ്ത് വൺ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951. 1951 ജനപ്രാതിനിധ്യ നിയമം പാർലമെന്റിലെയോ സംസ്ഥാന നിയമസഭകളിലെയോ അംഗങ്ങൾ അഴിമതി കാണിച്ചാൽ അവരെ അയോഗ്യരായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. അതായത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ അഭ്യർത്ഥിക്കുക, അല്ലെങ്കിൽ ജാതി, വംശം, ഭാഷ, മതം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവിധ വിഭാഗം ആളുകളുടെ ഇടയിൽ ശത്രുത വളർത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്താൽ അത്തരത്തിലുള്ള അംഗങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിനായി ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സെവൻത് വൺ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. 1972 വന്യജീവി സംരക്ഷണ നിയമം അപൂർവമായതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവജാലങ്ങളുടെ വ്യാപാരം നിരോധിച്ചിരിക്കുന്നു. എയ്ത്ത് വൺ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഓഫ് 1980. 1980 വനസംരക്ഷണ നിയമം വിവേചനരഹിതമായ വനനശീകരണവും വനഭൂമി വനേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതും പരിശോധിക്കുന്നു.